18 സെൻറ്റ് സ്ഥലം, 2490 സ്ക്വയർ ഫീറ്റ് വീട്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം. എന്ത് വേണം ഇതിൽ കൂടുതൽ? ഇത് കണ്ടതിൻ്റെ മുറ്റത്താണെങ്കിൽ ചെടികളും റംബൂട്ടാനും മാവും പ്ലാവും. ഈ വീടിന് ആവശ്യമുള്ള തേങ്ങ മുഴുവനും പറമ്പിൽ നിന്ന് കിട്ടും. അത്രയും തെങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ശുദ്ധവായു കിട്ടുന്ന നല്ല അടിപൊളി ലൊക്കേഷനുള്ളൊരു വീട്, നല്ല അടിപൊളി വീട്. അതും ഹൈവേന്ന് വെറും 50 മീറ്റർ ഉള്ളിൽ, മെയിൻ ഹൈവേ. അത് പിറവം റോഡാണ്. പിറവം റോഡ് നേരെ കണ്ട വീടാണ്, 50 മീറ്ററിനകത്ത് വീട്. വീടിൻ്റെ വീട്ടിലൊക്കെ റംബൂട്ടാനോ ഫലവൃക്ഷങ്ങളൊക്കെ ഇഷ്ടം പോലെ നട്ടുപിടിപ്പിച്ചേക്കണേ. നല്ല ശുദ്ധവായു ലഭിക്കുന്ന നല്ല അടിപൊളി ഏരിയ. അതായത് ടൗണിൻ്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നല്ല അടിപൊളി സെറ്റപ്പിൽ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി വീട്. നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇത് കാണുമ്പോൾ തന്നെ വേറൊരു വൈബാണ്. എന്താ ഒരു ഭംഗി നോക്കി. കണ്ട റംബൂട്ടാനൊക്കെ കായ്ച്ച് നിൽക്കണേണ്. തെങ്ങ് മാവ് പ്ലാവൊക്കെ കായ്ച്ചിരിക്കുന്ന നല്ല വലിയ ചക്ക. മുറ്റത്താണെങ്കിൽ പറ്റാത്തൊരു കിണർ. പുറത്തൊരു ഔട്ട് ഹൗസ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. റൂം, ഒരു ബാത്റൂം, പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അടിപൊളി ഒരു സെറ്റപ്പ്. അതുകൊണ്ട് ബാക്കിൽ പ്ലാവിൽ ചക്കയൊക്കെ കായ്ച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യം, ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വീട്. ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ പോയി കാണാം. സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. അടിപൊളി ഫില്ലറൊക്കെ കൊടുത്ത് കാണാൻ തന്നെ നല്ല ലുക്കാണ് വീട്. ഇനി അകത്തോട്ട് കയറിയല്ല കണ്ട നല്ല അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഹാള്, ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ലിവിങ് റൂം. സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ടൊരു അയൺ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോത്തൊക്കെ അയൺ ചെയ്യാനുള്ള. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാള്. കണ്ടോ അടിപൊളി ഒരു ഡൈനിങ് ഹാള്. ഇത് തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് കൗണ്ടറെല്ലാം കണ്ടോ, നല്ല ലുക്ക് ഒരു വാഷ് കൗണ്ടർ, നല്ല അടിപൊളി വാഷ് കൗണ്ടറാണ് കൊടുത്തേക്കണം. ഇനി നിങ്ങളുടെ കിച്ചൻ്റെ അകത്തോട്ട് പോയാലോ. ഇതുണ്ടോ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കിച്ചൺ. നല്ല വെട്ടവും വെളിച്ചവും എല്ലാവരും കിട്ടുന്ന ടൈപ്പിലുള്ളൊരു കിച്ചണാണിത്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തേക്കണം. അതിൻ്റെ കംപ്ലീറ്റ് വുഡിലാണ് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. തൊട്ടടുത്തായിട്ട് നിങ്ങളുടെ വർക്ക് ഏരിയ, അവിടെ ഒരു പുകയില്ലാത്ത അടപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ പിന്നിലെ സിറ്റ് ഔട്ട്. കണ്ടോ അത് നല്ലൊരു ഏരിയ ഉണ്ടത്. ഇതാണ് ബാക്കിൽ ഉള്ള ഒരു സെറ്റപ്പ്. ഇവിടെ മംഗോസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഐറ്റംസ്, വാഴ, മാവ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതുകൊണ്ട്. ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. നല്ല അടിപൊളി ഒരു മാസ്റ്റർ ബെഡ്റൂം. കണ്ടോ നല്ല സ്പേസാണ്. അതായത് ഒരു അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് എന്തൊക്കെ അറേഞ്ച് ചെയ്യണോ അതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്പേസുള്ളൊരു ബെഡ്റൂം. ഉണ്ട് കബോർഡും കാര്യങ്ങളും നമ്മുടെ തുണിയും കാര്യങ്ങളെല്ലാം വെക്കാനും എല്ലാം സെറ്റപ്പോടെ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഉണ്ട് അടിപൊളി ഒരു ബാത്റൂം, അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണിത്. നല്ല അടിപൊളി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഒരു ബാത്റൂം. ഇതാണ് നിങ്ങളുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും നല്ല സ്പേസാണ്. കാരണം ഒരു ചെറിയൊരു ബെഡ്റൂമല്ല, എല്ലാവരും നല്ല അത്യാവശ്യം ഏരിയ ഉള്ള ബെഡ്റൂമാണ്. കാരണം അതിനൊക്കെ ഒരു ഡ്രസ്സിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമും അത് 4 ബെഡ്റൂമുകളും 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇനി മുകളിലത്തെ നിലയുടെ ഏരിയയിലാണ്. അല്ല ഹാൻഡ് റെയിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പെല്ലാം ഗ്രാനൈറ്റാണ് ഫിനിഷ് ചെയ്തേക്കണം. മുകളിൽ ചെല്ലുമ്പോൾ ഒരു അടിപൊളി ഒരു ഹാള്. ഒരു ഷോക്കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതും അടിപൊളിയാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു അടിപൊളി ബാൽക്കണി. ഇവിടെ വൈകുന്നേരമൊക്കെ കാറ്റ് കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു സുഖമാണ്. കണ്ട
നല്ല ശുദ്ധമായി കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറൊരു വൈബായിട്ടിരിക്കുക. താഴത്തൊരു ചെറിയൊരു ഏരിയ ഇങ്ങനെയുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു എന്താ പറയണ ഒരു മുകളിലൊരു പച്ചക്കറിയുടെ പരിപാടിയൊക്കെ പച്ചക്കറിയൊക്കെ ചെയ്യാൻ താഴത്ത് ഒരുപാട് സ്ഥലമുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. മുകളിലൊരു ചെറിയ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ മുകളിലത്തെ നില ഫസ്റ്റ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും ഇതുപോലെ വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അതായത് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്. ജനലൊക്കെ തുറന്നിട്ടിരുന്നെങ്കിൽ നല്ല കാറ്റും വെളിച്ചവും. അത് തിരക്കിലെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ശുദ്ധവായും കാര്യങ്ങളൊക്കെ കിട്ടും. അതേക്കൂട്ടൊരു സൈലന്റ് ഏരിയ. ടൗണിൻ്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു 500 മീറ്റർ ചുറ്റളവിൽ ഫ്ലവേഴ്സ് ചാനലുണ്ട്. അതുപോലെ തന്നെ ഒരു 15 കിലോമീറ്റർ അടുത്താണ് തൃപ്പൂണിത്തുറ. 8 കിലോമീറ്റർ അടുത്ത് ചോറ്റാനിക്കര അമ്പലമുണ്ട്. 2 കിലോമീറ്റർ അടുത്തായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. AP വർക്കി മിഷൻ ഹോസ്പിറ്റലുണ്ട്. 8 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറവമാണ്. അപ്പോൾ എല്ലാ സൗകര്യവും അതിൻ്റെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. സ്കൂള്, ബാങ്ക്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഐറ്റംസ് എല്ലാനും ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ബാങ്കിൽ പോകണമെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം അടുത്താണ്. നിയറസ്റ്റ് സ്കൂള്, എഞ്ചിനീയറിംഗ് കോളേജ്, ഫ്ലവേഴ്സ് ചാനൽ, അങ്ങനെ എക്സെട്ര. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വീടിൻ്റെ അടുത്ത് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതെല്ലാനും ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇതിനൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കിയിടാൻ വേണ്ടി. അത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് എങ്ങനെയുണ്ട്. ഇവിടെ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അതായത് വാഷ് ചെയ്ത് ഉണക്കാനിടാം. ഒരു കാര്യത്തിനും നമ്മൾ ഇതിനകത്ത് പുറത്തോട്ട് പോകണ്ട. അത്രയും നല്ല സെറ്റപ്പായിട്ടുള്ള വീടാണ്. വീട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ബ്രോക്കർ കമ്മീഷനും മറ്റു ഫീസുകളും ഇല്ലാതെ വീടുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടാം. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വീട് വാങ്ങാനും വിൽക്കാനും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീടുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കാം. നിങ്ങളുടെ വീട് എപ്പോൾ വേണമെങ്കിലും വരാം.